നമസ്കാരം സാർ. നമസ്കാരം. മലയാളം സിനിമാ മേഖല വലിയ തോതിലുള്ള ചർച്ചകളിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് തുടർച്ചയായിട്ടുള്ള ചർച്ചകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ MLA-യും അതുപോലെ തന്നെ സിനിമാ നടനുമായിട്ടുള്ള മുകേഷ് MLA-ക്കെതിരെ അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കിട്ടും. പക്ഷേ അതൊക്കെ ആരോപണങ്ങളായിരുന്നു. സർക്കാർ ഒരു അന്വേഷണ സംഘത്തെ വെക്കുകയും ആ അന്വേഷണ സംഘം കൃത്യമായിട്ട് ആ ഒരു ആരോപണം ഉന്നയിച്ച അതിജീവിതയുടെ അടുത്ത് പോവുകയും അവരോട് കൃത്യമായി മൊഴിയെടുക്കുകയും അത് വിശകലനം ചെയ്ത ശേഷം മുകേഷിനെതിരെ കേസെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. കേസെടുത്തു. ആ കേസിൽ ബലാത്സംഗം ഉൾപ്പെടെ അതുപോലെ തന്നെ വളരെ ഗുരുതരമായ സ്ത്രീത്വത്തെ അപമാനിക്കൽ, വീട് കയറി അറ്റാക്ക് ചെയ്യൽ തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ടാണ് മുകേഷിനെതിരെ കേസെടുത്തിട്ടുള്ളത്. മാത്രമല്ല, മുകേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ജനപ്രതിനിധിയാണ്, MLA ആണ്. അദ്ദേഹം ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ ഒരു അതിജീവിതയോട് പറഞ്ഞത് വളരെ വൾഗറായിട്ടുള്ള, അതായത് നീ ആർക്കും ഒന്നും സഹകരിക്കണ്ട, അതായത് മെഴുകുതിരി ഉറ്റിച്ച് വെച്ച് അടച്ചോളൂ എന്നുള്ള തരത്തിലുള്ള വൾഗറായിട്ടുള്ള പെരുമാറ്റം ആ ഭാഷ പോലും അദ്ദേഹം ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കേസ് കൊടുത്തു. ഇനി അദ്ദേഹത്തിൻ്റെ രാജി അല്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു സ്ഥാനത്ത് തുടരാൻ അർഹനാണോ? ഓക്കെ, വിൽ കം ടു ദാറ്റ്. അപ്പോൾ ഞാൻ അതിനു മുമ്പ് ഒരു വാക്ക് ഈ ഫിലിം ഇൻഡസ്ട്രീനെ പറ്റി പൊതുവിലൊന്ന് പറഞ്ഞോട്ടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ഫിലിം ഇൻഡസ്ട്രി ആകെ നശിച്ച് നാറാണക്കല്ല് പറിച്ചു എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ആൾക്കാർ ഇരിക്കുന്നത്. പക്ഷേ ലോകത്ത് സിനിമ ഇൻഡസ്ട്രി ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഒരു വാക്ക് നമ്മുടെ ഹിന്ദി ഫിലിം ഇൻഡസ്ട്രിയെ പറ്റി പറയാം. അതായത് 70s രാം തെരി ഗംഗ മൈലി എന്ന് പറഞ്ഞിട്ട് രാജ് കപൂറിൻ്റെ വളരെ പ്രശസ്തമായൊരു സിനിമ ഉണ്ടായിരുന്നു. അതിൽ അഭിനയിച്ച നടിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ, ഒരു നടി അഭിനയിച്ചിരുന്നു, പേര് ഞാനിപ്പോൾ അങ്ങ് ഓർക്കുന്നില്ല, മറന്നു. അപ്പോൾ ഈ പടം വിജയിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും നടിക്കും, എല്ലാവർക്കും സ്വീകരണമോ കൊടുക്കാൻ ഭയങ്കര തിരക്കായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ സിനിമാ നടിയെ കാണുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഏതാനും മാസം കഴിഞ്ഞപ്പോൾ സിനിമാ നടിയെ കണ്ടെത്തി. അപ്പോൾ സിനിമാ നടിക്ക് നല്ല തങ്കക്കുടം പോലെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ അടുത്ത് ഞങ്ങൾ ക്രിസ്ത്യൻസ് പറയുന്നൊരു ഭാഷയുണ്ട്, പേരൻസിനെ കാണപ്പെടുന്ന ദൈവം എന്ന് പറയും. അപ്പോൾ ഈ തങ്കക്കുടം പോലെയുള്ള കുഞ്ഞിൻ്റെ കൂടെ കാണപ്പെടുന്ന ദൈവം ഉണ്ടായിരുന്നു. ഈ കാണപ്പെടുന്ന ദൈവം ആരായിരുന്നു അറിയോ? ദാവൂദ് ഇബ്രാഹിം ആയിരുന്നു. അപ്പം ഞാൻ പറയണ മറ്റേ ഫിലിം ഇൻഡസ്ട്രിയുടെ കാര്യം പറയാണ്. അതേപോലെ നമുക്കൊക്കെ പ്രിയങ്കരനാണ് സുനിൽ ദത്ത്. അതെ, അദ്ദേഹത്തിൻ്റെ മകൻ സഞ്ജയ് ദത്ത്. ഈ സുനിൽ ദത്ത് പാർലമെൻറ്റിൽ അംഗമായിരിക്കുന്ന സമയത്ത് തന്നെ സുനിൽ ദത്തിനെ ടാഡ, അതായത് ടെററിസ്റ്റ് റിലേറ്റഡ് കേസിൽ സഞ്ജയ് ദത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ സഞ്ജയ് ദത്തിനെ അറസ്റ്റ് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്യാൻ കാരണം അദ്ദേഹം AK-47 സൂക്ഷിച്ചിരുന്നു. അപ്പോൾ ബോംബെ ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല. ഇവിടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇതൊക്കെ കാണിച്ചു എന്നുള്ളതാണ്. മറ്റിടത്ത് അങ്ങനെയല്ല. AK-47 മറ്റുള്ള കാര്യങ്ങളും അണ്ടർവേൾഡും ദാവൂദ് ഇബ്രാഹിം ഒക്കെയാണ് സിനിമ ഇൻഡസ്ട്രി കിടന്ന് കളിക്കുന്നത്. സോ ദിസ് ഈസ് ഹൗ ദി ഇൻഡസ്ട്രി ഈസ് ഫങ്ഷനിങ്. അത് നമ്മൾ കണ്ടില്ല എന്ന് വെച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ മുകേഷിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ സാർ അതിലേക്ക് വരുന്നതിന് മുമ്പ് സാർ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പം മലയാളം സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് കുറച്ച് സെക്ഷലായിട്ടുള്ള ആരോപണങ്ങൾ അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ മലയാളത്തിൽ മാത്രമാണ് ഇത് ഉള്ളത് എന്നുള്ള നിലയിൽ ഒരു നെറേഷൻ ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പോൾ. സാർ അപ്പോൾ അത് പറഞ്ഞപ്പോൾ പിന്നെ ഹിന്ദി സിനിമാ മേഖലയെ പറ്റി പറഞ്ഞു. നമ്മുടെ പുറത്ത് തമിഴും കന്നഡയും ആന്ധ്രയും അങ്ങനെ ടോളിവുഡ് അടക്കമുള്ള എല്ലാ മേഖലകളിലും ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അവിടെ ഒരു ഹേമ കമ്മീഷനോ മറ്റെന്തെങ്കിലും കമ്മീഷനോ ഉണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന പല കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ളത് ഒരു സത്യമാണ്. അതാണ് ഇപ്പോൾ സാറ് പറഞ്ഞു വെച്ചത്, അല്ലേ സാർ? അതിപ്പോൾ നമ്മൾ പറയാം, ഇപ്പോൾ സാറിന് ഷുഗർ ടെസ്റ്റ് ചെയ്തു, ഷുഗർ ഉണ്ടെന്ന് കണ്ടെത്തി. അപ്പോൾ സാറ് സങ്കടപ്പെടുന്നു, ഞാൻ ഷുഗർ ഇല്ല എന്ന് പറഞ്ഞ് സന്തോഷിക്കാം, കാരണം ഞാൻ ഷുഗർ ടെസ്റ്റ് നടത്തിയിട്ടില്ല. ഇതേപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ കാര്യങ്ങളൊന്ന് നമ്മൾ കണ്ടു, ബാക്കിയുള്ളിടത്ത് നമ്മൾ ഇതേപോലെ കമ്മിറ്റിയും കമ്മീഷനും വെച്ചിട്ടില്ല. ഇപ്പോൾ ഈ ദിലീപിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ കമ്മിറ്റിയൊക്കെ നിർബന്ധമായിട്ട് വന്നതുകൊണ്ട് അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഇതാണ് എല്ലാ ഫിലിം ഇൻഡസ്ട്രിയുടെയും അവസ്ഥ എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതാണ് സാഹചര്യം. കേരളത്തിൽ മാത്രം ഇതിൽ നമ്മൾ പഴിചാരിയിട്ട് കയറ്റില്ല. പക്ഷേ മുകേഷിൻ്റെയൊക്കെ ഇത്തിരി കടന്ന കൈയായിപ്പോയി. പിന്നെ മുകേഷിനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആൾക്കാർ അത് കൊലപാതകം നടത്തിയില്ലായാലും ബോംബ് പൊട്ടിയതായാലും എന്ത് കാര്യമായാലും അവർ ന്യായീകരിക്കും. ബോംബ് രക്തസാക്ഷികൾക്കൊക്കെ ഈയിടെ മന്ദിരങ്ങളൊക്കെ ഉണ്ടാക്കി സ്മാരകങ്ങളൊക്കെ ഉണ്ടാക്കിയത് നമുക്കറിയാമല്ലോ. എന്ത് സാഹചര്യത്തിലും അവരുടെ ആൾക്കാരെ അവർ ന്യായീകരിക്കാനും സംരക്ഷിക്കാനൊക്കെ നടക്കും. അപ്പോൾ അതേപോലെ ഇപ്പോൾ മുകേഷിനെ പറ്റി നമുക്കറിയാവുന്നതിനേക്കാൾ നന്നായിട്ട് CPM അറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രി ബീന ജോർജ്
ഈ മുകേഷിൻ്റെ വൈഫിന് ഒരു പ്രാവശ്യം ഇൻ്റർവ്യൂ നടത്തിയായിരുന്നു. അന്ന് ആദ്യത്തെ വൈഫ് വളരെ വ്യക്തമായിട്ട് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ച ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഹസ് ബിക്കം വൈറൽ നൗ നല്ല പോലെ. അപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇദ്ദേഹത്തിൻ്റെ മുകേഷിൻ്റെ സ്വഭാവമൊക്കെ വളരെ ഭംഗിയായിട്ട് അറിയാം. ഗാർഹിക പീഡനവും അതേപോലെ ബാക്കി എല്ലാ കുഴപ്പങ്ങളും വീട്ടിൽ തന്നെ കാണിക്കുന്ന ഒരാളാണെന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ്, അല്ലാതെ അതിലൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി പക്ഷേ ആക്റ്റീവായിട്ട് സംരക്ഷിക്കാനോ ന്യായീകരിക്കാനോ മുന്നിട്ടിറങ്ങില്ല എന്നുള്ളൊരു പോളിസിയിലാണ് നിൽക്കുന്നത്. മാത്രമല്ല ചലച്ചിത്ര നയ രൂപീകരണ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ സമിതിയുണ്ട്, അതിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഉള്ള അല്ലെങ്കിൽ CPIയിലൊക്കെ ഉള്ള നാഷണൽ ലെവലിലുള്ള ലീഡേഴ്സ് പലരും ഇദ്ദേഹത്തോട് മാറിയിക്കാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ബൃന്ദ കാരാട്ട് പറഞ്ഞിരിക്കുന്നത് സിക്കണിങ് വെർബൽ ആൻഡ് സെക്ഷൽ അബ്യൂസ് എന്നാണ് ഈ മുകേഷിൻ്റെ പ്രവൃത്തിയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ആനി രാജ പറഞ്ഞിട്ടുണ്ട് എന്തായാലും മാറി നിൽക്കണം, മാറിയെന്ന് ഇതിനെപ്പറ്റി അന്വേഷണം നടത്തണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ 100 വനിതാ ആക്ടിവിസ്റ്റ്, ഈ സാറ ജോസഫ് അതേപോലെ അജിത മുതലായ 100 പേര് കൂടിയിട്ട് അവരും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹം മാറി നിൽക്കണം, എന്നാലേ എന്തെങ്കിലും വിശ്വസനീയത ഇതിന് ഉണ്ടാകുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് 3 വനിതകൾ ആരോപണമായിട്ട് അതും വന്നിട്ടുണ്ട്. പിന്നെ ഈ ഗാർഹിക പീഡനവും ബലാത്സംഗവും തൊഴിൽ മേഖലയിലെ ലൈംഗിക ചൂഷണവും ഇതൊക്കെ ഇപ്പോൾ ഈ കെയർ ഓഫിൽ വളരെയധികം ചർച്ചയായിട്ടുണ്ട്. മുകേഷ് എല്ലാ കാര്യങ്ങളിലും അത്യാവശ്യം ഇൻവോൾവ് ആണെന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. സാർ അത് പറയുമ്പോൾ തന്നെ എന്താണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ടുള്ള രഞ്ജിത്ത്, അത് പാർട്ടിയുടെ തന്നെ നോമിനിയായിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം CPM കാരനാണ്. അപ്പം അദ്ദേഹം ഈ ഒരു ആരോപണം വന്ന സമയത്ത് അദ്ദേഹത്തോട് രാജിവെക്കാൻ വേണ്ടി CPM ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ അമ്മയുടെ ഭാരവാഹികൾ ആയിട്ടുള്ള ആളുകൾ, അതായത് കുറ്റാരോപിതരായിട്ടുള്ള ഭാരവാഹികൾ രാജിവെക്കണമെന്ന് പല ഇടങ്ങളിലും CPM-ൻ്റെ സൈബർ സഖാക്കളും അതുപോലെ തന്നെ പല ആളുകളും പല നേതാക്കന്മാരുൾപ്പെടെ പലരും ഇടതുപക്ഷ നേതാക്കന്മാരുൾപ്പെടെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഈ രഞ്ജിത്തിനും മറ്റാളുകൾക്കും ഒന്നും ഇല്ലാത്ത ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ എന്താണ് മുകേഷിന് മാത്രമായിട്ട് CPM കൊടുക്കുന്നത്? പക്ഷെ മുകേഷിന് ഈ പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോൾ തന്നെ അവിടുത്തെ കൊല്ലത്തെ പാർട്ടി സഖാക്കൾക്ക് ആർക്കും ഇദ്ദേഹത്തിൽ താല്പര്യമില്ല. പിന്നെ ഈ മോളിലുള്ള ആൾക്കാർ അവരെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഒരു ഫിലിമിലെ ഹീറോ ഗ്ലാമറസ് ഫിഗറായിട്ട് വന്ന അന്ന് ഉള്ള ഇഷ്ടം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ കൊല്ലത്ത് ലോക്കലായിട്ട് ഇദ്ദേഹത്തിന് യാതൊരു സപ്പോർട്ടും ഇല്ല. അവിടുത്തെ പാർട്ടി വർക്കേഴ്സൊക്കെ മുകേഷിന് എഗൻസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. അവരിതുവരെ സപ്പോർട്ട് ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല. സെക്രട്ടേറിയറ്റിൽ വരെ പിന്നെ വിമർശനം വന്നിട്ടുണ്ട്, എല്ലായിടത്തും വന്നിട്ടുണ്ട്, എല്ലാവരും വിമർശിക്കുന്നുണ്ട്. മാത്രമല്ല ഇനിയിപ്പോൾ സമരങ്ങളും ബഹളങ്ങളും ഒക്കെ അതും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുറേയധികം. കാര്യം സുരേഷ് ഗോപി അദ്ദേഹത്തെ പറ്റി എതിർത്തൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ BJP വളരെ സ്ട്രോങ് ആയിട്ട് മുകേഷിനെതിരായിട്ടാണ് നിലകൊള്ളുന്നത്, കോൺഗ്രസും എതിരായിട്ടാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് സമരവും ബഹളവും ഒഴിയാൻ യാതൊരു സാധ്യതയില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ദി പാർട്ടി വിൽ ഹാവ് ടു ഡു സംതിങ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അത് ഈ നാടകാചാര്യനായിട്ടുള്ള O മാധവൻ്റെ മകൻ വളരെ വലിയ നിലയിൽ, അല്ലെങ്കിൽ നമ്മൾ സിനിമാ മേഖലയിലൊക്കെ നല്ല നിലയ്ക്ക് കണ്ടൊരു വ്യക്തി, പിന്നെ പല കാര്യങ്ങളിലും ആർജവത്തോടെ നിലപാട് പറയുന്ന ഒരാൾ. സുരേഷ് ഗോപിയുടെ വിഷയം വന്ന സമയത്ത് പോലും സുരേഷ് ഗോപി പെട്ടെന്ന് എടുത്തുചാടി പ്രതികരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ വിഷയം വന്നപ്പോൾ സുരേഷ് ഗോപി അദ്ദേഹത്തെ ഒന്ന് അനുകൂലിച്ചു, തൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് എന്ന് അദ്ദേഹത്തെ തലോടിക്കൊണ്ടാണ് സംസാരിച്ചത്. പക്ഷേ അദ്ദേഹം അന്ന് അത് ചെയ്തില്ല, അത് വേറെ കാര്യം. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും സിനിമ ഇൻഡസ്ട്രിക്കകത്ത് ഒരു ജനപ്രതിനിധിയായിട്ട് നിൽക്കുമ്പോൾ ആ ജനപ്രതിനിധിയായിട്ട് നിൽക്കുന്ന സമയത്ത് പോലും അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ ഇൻവോൾവ് ആണ് എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഞെട്ടലല്ലേ സാർ ഉണ്ടാക്കുന്നത്? എല്ലാവർക്കും ഞെട്ടൽ ഉളവാക്കുന്ന കേസാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ലൈൻ ഇതായിപ്പോയി. അത് കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇതിലങ്ങ് ഇറങ്ങി ചെന്ന് ഇൻവോൾവ് ആകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ഇത് മാത്രം ഒരു ജ്വരമായിട്ട് ഈ നടികളുടെ കൂടെ നടക്കലായിട്ട് അത് മാറും. അപ്പോൾ അതിപ്പോൾ അദ്ദേഹത്തിന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അഡിക്ഷനായിട്ട് മാറി എന്നുള്ളതാണ്. എന്തായാലും അധികകാലം അദ്ദേഹത്തെ അദ്ദേഹം ആരോപണ വിധേയനാണ്, അദ്ദേഹം കുറ്റവാളിയാണോ അല്ലയോ എന്നുള്ളത് തെളിയിക്കട്ടെ. പക്ഷേ ഇത്തരം ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് അദ്ദേഹത്തെ അധികകാലം പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് എന്തായാലും ഇങ്ങനെ MLA ആയി തുടരാൻ അനുവദിക്കാൻ കഴിയും എന്ന് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ അധികം പിടിച്ചു വെക്കാൻ കഴിയുന്നു? അത് പാർട്ടിയുടെ ഇമേജിന് വളരെ ഹാംഫുള്ളായിട്ട് വരും. ഇദ്ദേഹവുമായിട്ട് ഇടപെടും തോറും പാർട്ടിയുടെ ഇമേജ് ഒന്നാമത്തെ പോയി കിടക്കുന്ന ഒരു ഇമേജാണ്, അതിന് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുക. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പ്രത്യേകിച്ച് സ്ത്രീപക്ഷ നിലപാടൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ അദ്ദേഹം ഒരു നിമിഷം പോലും ഈ സ്ഥാനത്ത് തുടരരുത് എന്നാണ് ആനിരാജ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. അതെ, ആനിരാജയും ബൃന്ദ കാരാട്ടും അതേപോലെയുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട്.
പിന്നെ ഇവർ ഇങ്ങനെ സ്ത്രീപക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യമൊക്കെ പറഞ്ഞ് നടക്കുന്നു എന്നുള്ളതല്ല, അതിലൊന്നും വലിയ ആത്മാർത്ഥത എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയണ്ടേ വലിയ കാര്യങ്ങൾ. ആഗോളതാപനം എന്നോ ആഗോള മലയാളം എന്നോ അല്ലെങ്കിൽ ലോക കേരള മലയാളം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ വലിയ അല്ല വർഗീയത തുലയട്ടെ എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും ഇടയ്ക്ക് ഓരോ മുദ്രാവാക്യങ്ങളെടുത്ത് പ്രയോഗിക്കുന്നതല്ല, അതൊന്നും ഹൃദയത്തിൽ തട്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് മുകേഷിനോട് ഈ പാർട്ടിക്കാർക്ക് അവരിപ്പോൾ ഇങ്ങനത്തെ ഒരു സമീപനം സ്വീകരിക്കണം അവർക്ക് തന്നെ വളരെ ഹാംഫുള്ളായിട്ട് വരാനാണ് സാധ്യത. കാരണം എല്ലാവരും ഇതിനെ എതിർത്തിട്ടുണ്ട്. എന്നിട്ട് പാർട്ടി ഇതൊന്നും കണ്ടില്ല എന്ന് അടിച്ചു നടന്നു കഴിഞ്ഞാൽ അവർക്ക് ഗുണമല്ല. എന്തായാലും മുകേഷിനെ പാർട്ടി തിരുത്തും അല്ലെങ്കിൽ അദ്ദേഹത്തോട് രാജിവെക്കാൻ പറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ തന്നെത്താൻ സ്വമേധയാ ഒഴിയുന്ന രീതിയിൽ അങ്ങ് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാനായിരിക്കും, അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കാനായിരിക്കും ഇങ്ങനെ ശ്രമിക്കുന്നത്. ചിലപ്പോൾ ആ രീതിയിൽ അത് കൈകാര്യം ചെയ്യും. ഓക്കെ സാർ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.